ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ SIT കസ്റ്റഡിയിലെടുത്തു. തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നാണ് പ്രശാന്തിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഉടൻ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന് രാഹുൽ ജി നാഥ് റിപ്പോർട്ട് ചെയ്യുന്നു. രാഹുൽ, ക്രൈംബ്രാഞ്ച് ഓഫീസിലെ ഇപ്പോൾ PS പ്രശാന്ത് ഉള്ളത്. SIT സംഘം ചോദ്യം ചെയ്യൽ തുടരുകയല്ലേ? അറസ്റ്റ് ഉറപ്പിക്കുകയാണോ? രതീഷ്, PS പ്രശാന്തിനെ നേരെ കൊല്ലത്തേക്ക് കൊണ്ടുപോയി എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ പങ്കുവയ്ക്കാനുള്ളത്. അതായത് ഏണിക്കരയിലെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത ശേഷം പ്രത്യേക അന്വേഷണ സംഘം പ്രശാന്തുമായി കൊല്ലം പോലീസ് ക്ലബിലേക്ക് പോകും. ശേഷം അവിടുത്തെ വിജിലൻസ് കോടതിയിലാകും ഹാജരാക്കുക. അപ്പോഴാകും എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടെത്തിയെന്ന് മനസ്സിലാക്കുന്നത്. ഇതിൽ ബില്ലിൽ സൂചിപ്പിച്ചതുപോലെ വ്യാജരേഖ ചമച്ചു എന്നതുൾപ്പെടെയുള്ള വകുപ്പുകൾ വരാനുള്ള സാധ്യതയാണുള്ളത്. ഇന്നലെ ഏതായാലും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇത്തരത്തിലൊരു കസ്റ്റഡി ഉണ്ടാകും എന്ന് PS പ്രശാന്ത് അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് 3 മണിക്കൂർ മുമ്പ് ഫേസ്ബുക്കിൽ അത്തരത്തിലൊരു പോസ്റ്റ് ഇടാൻ കാരണമായത്. കാരണം രാഷ്ട്രീയ പ്രേരിതമാണ്. ഇത്തരത്തിൽ സ്വർണ്ണക്കൊള്ള പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ച താൻ ഉൾപ്പെടെയുള്ളവരെ എന്തിനാണ് ഇങ്ങനെ വേട്ടയാടുന്നതെന്ന ചോദ്യമാണ് ആ ഘട്ടത്തിൽ ഫേസ്ബുക്കിലൂടെ ചോദിച്ചിരുന്നത്. തൊട്ടു പിന്നാലെ തന്നെ കസ്റ്റഡി ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഇതിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യം PS പ്രശാന്തിന് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. കഴിഞ്ഞ 2 തവണ ചോദ്യം ചെയ്യുമ്പോഴും പല അവ്യക്തതകളും ഉണ്ടായിരുന്നു. പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ കഴിഞ്ഞിരുന്നില്ല എന്ന രീതിയിലുള്ള വാർത്തകളും പ്രചരിച്ചിരുന്നു. നിലവിൽ എന്തായാലും 2025 ഇത്തരത്തിൽ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയത് 19 നടന്ന ഈ തട്ടിപ്പ് മറയ്ക്കാനാണ്, കൊള്ള മറയ്ക്കാനാണ് എന്ന കണ്ടെത്തലാണുള്ളത്. അതിൽ ഒരു വ്യാജരേഖ ചമച്ചുകൊണ്ടാണോ അനുമതി നൽകിയതെന്ന ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ വകുപ്പുകൾ അതുമായി ബന്ധപ്പെട്ട് തന്നെ ഉണ്ടാകും. നിലവിൽ എന്തായാലും കൊല്ലത്തേക്ക് PS പ്രശാന്തിനെ കൊണ്ടുപോയി. നിലവിൽ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് കൊണ്ടുവരുമെന്നാണ് ആദ്യഘട്ടത്തിൽ അറിയാൻ കഴിഞ്ഞത്. ഇവിടേക്ക് കൊണ്ടുവന്നില്ല. ഇപ്പോൾ കൊല്ലത്തേക്കാണ് PS പ്രശാന്തിനെ കൊണ്ടുപോകുന്നത്. പ്രശാന്ത് കൊല്ലത്തേക്ക് കൊണ്ടുപോകുന്നതാണ് രാഹുൽ ജി നാഥ് നൽകുന്ന വിവരം. അന്വേഷണ സംഘവുമായി ബന്ധപ്പെടുമ്പോൾ ഈ കേസിലെ പ്രശാന്തിന്റെ റോളുമായി ബന്ധപ്പെട്ടപ്പോൾ 2019 കാലത്താണല്ലോ പ്രധാനപ്പെട്ട തട്ടിപ്പ് നടന്നത്. 2025 നേരത്തെ നടന്ന സ്വർണ്ണക്കൊള്ള മറച്ചുവെക്കാൻ പുതിയ ബോർഡ് പ്രസിഡന്റ് അംഗങ്ങൾ ഉൾപ്പെടുന്ന പുതിയ ബോർഡ് സംവിധാനം നേരത്തെയുള്ള തട്ടിപ്പ് മറച്ചുവെക്കാൻ ഇടപെട്ടു എന്ന നിലയിലെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. പ്രശാന്തിന്റെ പങ്കുമായി ബന്ധപ്പെട്ട് ഏതുതരം കണ്ടെത്തലുകളിലേക്കാണ് SIT എത്തുന്നത്? പ്രശാന്തുമായി ബന്ധപ്പെട്ട് ഇനി എന്ത് തുടർ നടപടിയാണ് ഉണ്ടാകാൻ പോകുന്നത്? ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച അറസ്റ്റ് അതിപ്പോൾ ഉണ്ടായിരിക്കുന്നു. കസ്റ്റഡി ഉണ്ടായിരിക്കുന്നു, അറസ്റ്റിലേക്ക് നീങ്ങുന്നു. അപ്പോൾ PS പ്രശാന്ത് കസ്റ്റഡിയിലായതോടെ അറസ്റ്റ് ഉടൻ തന്നെ ഉണ്ടാകും. ഇതിനൊപ്പം തന്നെ 2025 ബോർഡിലെ അംഗമായിരുന്ന അജികുമാറിനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളും നീങ്ങിയിട്ടുണ്ട്. അജികുമാറിനെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല, പക്ഷേ അതും ഉടൻ തന്നെ ഉണ്ടാകും. ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും പ്രശാന്തിനെ കൊല്ലത്തെ കോടതിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം തന്ത്രി കണ്ഠരരാജീവർ അടക്കമുള്ളവരെ എല്ലാം കസ്റ്റഡിയിലെടുത്ത് അല്ലെങ്കിൽ അവരെല്ലാം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് SIT ഓഫീസിൽ നിന്ന് ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് വിളിച്ചു വരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയതെങ്കിൽ അല്ലെങ്കിൽ ചോദ്യം ചെയ്യലൊക്കെ ചില ഘട്ടത്തിലൊക്കെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇത് അങ്ങനെയല്ല ഉണ്ടായിരിക്കുന്നത്. പ്രശാന്തിനെ കസ്റ്റഡിയിലെടുക്കുന്നു, അവിടെ നിന്ന് കൊല്ലത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നു എന്ന വിവരം ലഭിക്കുന്നു. ഈ രണ്ടിടത്തും എത്തിയിട്ടുമില്ല. അപ്പോൾ PS പ്രശാന്തിന് നേരത്തെ വിവരം ഉണ്ടായിരുന്നു. കാരണം പ്രശാന്ത് 3 മണിക്കൂർ മുമ്പ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ പ്രശാന്ത് പറയുന്നത് 2025 ഞങ്ങൾ ചെയ്ത തെറ്റെന്താണ് എന്ന കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു കുറിപ്പാണ് പ്രശാന്ത് രേഖപ്പെടുത്തിയിരുന്നത്. പല ഘട്ടത്തിലും ഹൈക്കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ടൊക്കെ വന്നപ്പോൾ പ്രശാന്ത് തന്നെ പലകുറി ആവർത്തിച്ച കാര്യമാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം PS പ്രശാന്തിൻ്റെ ഭരണസമിതി 2025 SITയുടെ അന്വേഷണ പ്രകാരം അവർ മനസ്സിലാക്കുന്നത് വിശ്വാസവഞ്ചന, അതുപോലെ തന്നെ വ്യാജരേഖ ചമയ്ക്കൽ, ഇതിന് പുറമെ ഗൂഢാലോചന, ഈ കുറ്റങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അതായത് 2025 സ്വർണം പൂച്ചൽ കൊണ്ട് ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിൻ്റെ പാളിക്കിൽ സ്വർണം നഷ്ടമായിട്ടില്ല. പക്ഷേ സ്വർണം കവർന്നെടുക്കാനുള്ള ഒരു വലിയ നീക്കം അവിടെ നടന്നു. 2019 ഗൂഢാലോചന വ്യാജരേഖ ചമയ്ക്കൽ അടക്കം നേരത്തെയുള്ള കൊള്ള മറച്ചുവെക്കുന്നതിന് വേണ്ടി അത്തരമൊരു ഇടപെടൽ ഈ ബോർഡിന്റെ കാലത്ത് ഉണ്ടായി എന്നതാണല്ലോ SITയുടെ കണ്ടെത്തൽ. അക്കാര്യം നേരത്തെ തന്നെ ഹൈക്കോടതിയിൽ ഇക്കാര്യം കണ്ടെത്തിയെന്നത് ഹൈക്കോടതിയിൽ അറിയിച്ചതല്ല. അപ്പോൾ പ്രശാന്തിന്റെ അറസ്റ്റ് ഉണ്ടാകുമെന്നത് നമ്മൾ ഉറപ്പിക്കുകയാണ്. അതിനൊപ്പം തന്നെ അന്നത്തെ ബോർഡിന്റെ അജികുമാർ, സന്തോഷ്, ബിന്ദു, അന്നത്തെ ദേവസ്വം സെക്രട്ടറി, അപ്പോൾ ആദ്യഘട്ടത്തിൽ നിന്ന് 7ഓളം പേരെ ഐഡന്റിഫൈ ചെയ്തിരുന്നല്ലോ അന്വേഷണ സംഘം. കൂടുതൽ അറസ്റ്റുകൾക്കുള്ള സാധ്യതയാണോ വേഗത്തിൽ രൂപപ്പെടുന്നത്? ഇതിലിനി കൂടുതൽ അറസ്റ്റുകൾക്കുള്ള സാധ്യത, അതായത് രതീഷ്, ഇതിൽ പ്രതിയാക്കപ്പെടും 3ാമത്തെ കേസാണ് ഇനിയിപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്. ആ കേസിന്റെ ഭാഗമായാണ് ഈ അറസ്റ്റെല്ലാം ഉണ്ടാകുന്നത്. അതിൽ 2025 ഭരണസമിതി അംഗങ്ങളായ പ്രസിഡന്റ് PS പ്രശാന്ത്, അംഗം അജികുമാർ, തന്ത്രി കണ്ഠരരാജീവർ, എക്സിക്യൂട്ടീവ് ഓഫീസറായ റെജിലാല്, മുരാരി ബാബു, മരിച്ചുപോയ മുൻ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു, തിരുവാഭരണ കമ്മീഷണർ റെജിലാല് അടക്കമുള്ളവരുടെ എതിരെ കേസ് വരും എന്നാണ്
ഈ കേസ് ആ രീതിയിലായിരിക്കും രജിസ്റ്റർ ചെയ്യപ്പെടുക. ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് 2025 സ്വർണം പോയിട്ടില്ല എന്ന് പല കുറി PS പ്രശാന്ത് ആവർത്തിക്കുന്നു. അല്ലെങ്കിൽ 2019 സ്വർണ്ണക്കൊള്ളയെല്ലാം പുറത്തു വരാൻ ഇടയായത് ഈ ഫയലുകളുമായി ഇതുമായി ബന്ധപ്പെട്ട ഫയലുകളും ഈ വിവരങ്ങളും സ്പെഷ്യൽ കമ്മീഷണറെ ഞങ്ങൾ അറിയിച്ചത് കൊണ്ടാണെന്ന് PS പ്രശാന്ത് പലകുറി പറയുമ്പോഴും ഇവിടുത്തെ പ്രശ്നം 2019 ഉണ്ടായത് തന്നെ 2025 സംഭവിക്കുമായിരുന്നു. ആ ഭരണസമിതി 2019 നടന്ന ശബരിമല സ്വർണ്ണക്കൊള്ള അത് 2025 സംഭവിക്കുന്ന ഒരു സാഹചര്യം ഒരുങ്ങുകയായിരുന്നു. ഇപ്പോൾ PS പ്രശാന്ത് ആ ബോർഡിന്റെ കാലത്തെ അന്ത ഭരണസമിതിയിൽ ഉണ്ടായിരുന്നവരൊക്കെ വിശദീകരിക്കുന്നത് ഒരു തരി സ്വർണം പോലും ആ ബോർഡിന്റെ കാലത്ത് നഷ്ടമായില്ല എന്നതാണ്. പക്ഷേ അവിടെ വ്യാജരേഖ ചമയ്ക്കൽ, നേരത്തെയുള്ള കൊള്ള മറച്ചുവെക്കൽ തുടങ്ങിയ തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുകയായിരുന്നു. അവിടെ നിന്ന് ദ്വാരപാലക ശില്പം ഉൾപ്പെടെ കൊണ്ടുപോകാനുള്ള ശ്രമം നടക്കുകയായിരുന്നു. അതാണ് പക്ഷേ പിന്നീട് തടസ്സപ്പെട്ടത് എന്ന് വ്യക്തമാകുന്നത്.